ഇതെല്ലാം വസ്തുതകളല്ലേ. അദ്ദേഹം തന്നെ പിന്നെ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞത് എൻ്റെ മുന്നിലുള്ള കണക്കുകൾ വെച്ചുകൊണ്ടാണ്. അത് ആരെങ്കിലും മറ്റു തരത്തിൽ പ്രകീർത്തിക്കുന്നതല്ല, അതിനോടാണ് പ്രതികരിക്കുന്നത് വല്ലാതെ. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥ ഇതാണ്. നമ്മുടെ നാട് മെച്ചപ്പെടുത്താൻ ഒരു ഭാഗത്ത് ശ്രമം നടക്കുന്നു, നല്ല രീതിയിൽ മെച്ചപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു. നമ്മൾ പൂർണ്ണതൃപ്തരല്ല, ഇനിയും മെച്ചപ്പെട്ടു പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനാവശ്യമായ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒന്നും ഇവിടെ നടക്കാൻ പാടില്ല. ഒന്നും നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു നാട് മുന്നോട്ട് പോവുക? നമുക്ക് കാലത്തിനനുസരിച്ചിട്ട് മാറുന്നൊരു നാടാവണ്ടേ? ആ നാടങ്ങനെ മാറണമെങ്കിൽ 5 വർഷം കഴിഞ്ഞുള്ള നാട് 5 വർഷം കഴിഞ്ഞ് ആലോചിച്ചാൽ മതിയോ? 10 വർഷം കഴിഞ്ഞുള്ള നാട്, 25 വർഷം കഴിഞ്ഞുള്ള നാട് എങ്ങനെ ആവണമെന്നതിനുള്ള ആലോചന ഇപ്പോഴേ തുടങ്ങണ്ടേ? അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണ്ടേ? ആ നടപടികൾ സ്വീകരിച്ചാലല്ലേ നാടിന് അഭിവൃദ്ധി ഉണ്ടാവും. നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ നമ്മളെ കുറ്റപ്പെടുത്താതിരിക്കണമെങ്കിൽ, നിങ്ങൾ എന്താ ചെയ്തത് ഞങ്ങൾക്ക് എന്ന് ചോദിക്കാതിരിക്കണമെങ്കിൽ ആ പ്രവൃത്തി ഇവിടെ തുടങ്ങണ്ടേ? ഇതൊന്നും പാടില്ല എന്നാണ്. ഒരു കാര്യവും നടക്കാൻ പാടില്ല. LDF-നോട് വിരോധമായിക്കോളൂ, അതിലൊരു തർക്കമില്ല, അത് രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ കിട്ടോ. പക്ഷെ അത് നാടിനോടാകരുത്, ജനങ്ങളോടാകരുത്. നിർഭാഗ്യവശാൽ നാടിനോടും ജനങ്ങളോടുമായി പോകുന്നു ഇത്തരം സമീപനങ്ങൾ എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്.